പത്തനംതിട്ട കോയിപ്രത്ത് യുവാക്കൾ ക്രൂരമർദ്ദനത്തിന് ഇരയായത് അവിഹിതം സംശയിച്ചെന്ന് പോലീസ്. ഭർത്താവ് ജയേഷ് പറഞ്ഞതനുസരിച്ചാണ് രശ്മി യുവാക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചതും പിന്നീട് മർദ്ദിച്ചതും. സംഭവം ഹണി ട്രാപ്പ് ആണെന്നും ആഭിചാരക്രിയ ആണെന്നുമൊക്കെ പ്രചരിപ്പിച്ച് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം കൃത്യമായ അന്വേഷണത്തിലൂടെ പോലീസ് പൊളിച്ചു. ആറന്മുള പോലീസ് നടത്തിയ നീക്കമാണ് സംഭവത്തിലെ സത്യം പുറത്തുകൊണ്ടുവന്നത്. തുടർന്ന് കോയിപ്രം കുറവൻകുഴി മലയിൽ വീട്ടിൽ ജയേഷ്, ഭാര്യ രശ്മി എന്നിവരെയാണ് ആറന്മുള പോലീസ് പിടികൂടിയത്. യുവാക്കളും ജയേഷും ബംഗളൂരുവിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ്. യുവാക്കളും രശ്മിയുമായുള്ള സ്വകാര്യ ചാറ്റുകൾ ജയേഷ് കണ്ടിരുന്നു. തുടർന്ന് രശ്മിയും ജയേഷുമായി വഴക്കുണ്ടായി. പിന്നീട് രശ്മിയും ജയേഷുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി. പക്ഷേ യുവാക്കളോടുള്ള പക വെച്ചുപുലർത്തിയ ജയേഷ് രശ്മിയുടെ സഹായത്തോടെ യുവാക്കളെ വിളിച്ചുവരുത്തി പക തീർക്കുകയായിരുന്നു. രശ്മിയുടെ ഫോണിൽ നിന്നും 5 വീഡിയോ ക്ലിപ്പുകൾ പോലീസിന് കിട്ടി. ജയേഷിന്റെ ഫോണിലെ ഒരു ഫോൾഡർ ഹൈഡാണ്. ഇതിലുള്ള വീഡിയോകൾ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെടുക്കും. ഇതോടെ എല്ലാം തെളിയുമെന്നാണ് പോലീസ് കരുതുന്നത്. ആറന്മുള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ സംഭവം നടന്നത് കോയിപ്രം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം ഇനി നടത്തുക കോയിപ്രം പോലീസ് ആയിരിക്കും. റാന്നി, ആലപ്പുഴ സ്വദേശികളായ യുവാക്കളാണ് ആക്രമിക്കപ്പെട്ടത്. സെപ്റ്റംബർ 1-ാം തീയതി ആലപ്പുഴ സ്വദേശിയെ ജയേഷും രശ്മിയും വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു. പൈപ്പ് റേഞ്ച് കൊണ്ട് അടിച്ചും ജനനേന്ദ്രിയത്തിലും ശരീരഭാഗങ്ങളിലും സ്ലാപ്പർ പിന്നുകൊണ്ട് അടിച്ചും നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി കയറ്റിയുമായിരുന്നു ക്രൂരത. സെപ്റ്റംബർ 5-ന് റാന്നി സ്വദേശിയെയും ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ റാന്നി സ്വദേശി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പെൺസുഹൃത്തിന്റെ അച്ഛനും പ്രതിശ്രുത വരനും ചേർന്ന് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നാണ് യുവാവ് മൊഴി നൽകിയത്. എന്നാൽ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥ വിവരം പുറത്തറിഞ്ഞത്. പെൺസുഹൃത്തിന്റെ മൊഴിയെടുത്തത് നിർണായകമായി. ഇതോടെയാണ് ജയേഷിലേക്കും ഭാര്യയിലേക്കും അന്വേഷണം എത്തിയത്. പ്രതികളിൽ നിന്ന് വധഭീഷണി ഉണ്ടായതിനാലാണ് മൊഴി മാറ്റി പറഞ്ഞതെന്ന് യുവാവ് പിന്നീട് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ടോടെ ജയേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോയിപ്രം പഞ്ചായത്ത് 4-ാം വാർഡിൽ കൂടി പോകുന്ന പരുത്തിമുക്ക് കള്ളിപ്പാറ റോഡിൽ നിന്ന് 100 മീറ്റർ ദൂരമുള്ള 3 അടി പാതയാണ് ജയേഷിന്റെ വീട്ടിലേക്കുള്ളത്. ദുരൂഹത നിറഞ്ഞതാണ് ജയേഷിന്റെയും രശ്മിയുടെയും വീട്. സിമന്റ് കട്ടയിൽ തീർത്ത് ആസ്ബറ്റോസ് ഷീറ്റിട്ട് 2 മുറികളുള്ള വീട്ടിലാണ് ഇവർ കുടുംബസമേതം കഴിഞ്ഞിരുന്നത്. പുറത്തേക്കുള്ള 2 വാതിലിനും പൂട്ടില്ല. കിടപ്പുമുറിയിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള നിലയിൽ ഒരു CCTV പ്രധാന വാതിലിന് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജയേഷ് നേരത്തെ കുറച്ചുനാൾ ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത്. ഭാര്യ ചെട്ടിമുക്കിന് സമീപമുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ക്ലീനിംഗ് ജോലി കൊടുക്കാമെന്ന് രശ്മിയോട് പറഞ്ഞെങ്കിലും കുറച്ചു ദിവസം മാത്രം പോയി. സ്കൂൾ അധികൃതർ തന്നെ അടുത്തുള്ള ഹോട്ടലിൽ ജോലി ശരിയാക്കി കൊടുത്തെങ്കിലും അവിടെയും കുറച്ചു ദിവസം മാത്രം ജോലി ചെയ്തു. 2 പേർക്കും കാര്യമായ ജോലിയുള്ളതായി ആർക്കും അറിയില്ല. പക്ഷെ കുറച്ചുനാളായി വില കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു.